17 വയസ്സിൽ ഉറപ്പിച്ച വിവാഹം, കല്യാണം കഴിഞ്ഞത് മുതൽ പ്രശ്നങ്ങൾ, അതുല്യ നേരിട്ടത് കടുത്ത ശാരീരിക പീഡനം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം മരിച്ച അതുല്യ ചന്ദ്ര കാര്യം കേട്ടോ. ഇതിൻ്റെ ഒരു മാസം മുന്നേ വിഭജിക്കുന്ന ഒരു പെണ്ണ് കുഞ്ഞിനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തിരുന്നു. ദുബായിൽ തന്നെയായിരുന്നു. ഇത് ദുബായിൽ റോളയിലെ ഫ്ലാറ്റിൽ വെച്ച് തൂങ്ങി എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഒരുപാട് പീഡനം എൻ്റെ മോള് അനുഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ അറിയാം മോള് നന്നായി പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഈ ചാറ്റ് ഹിസ്റ്ററി ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഇവളുടെ സുഹൃത്തിന് അയച്ചു കൊടുത്ത ഹിസ്റ്ററി കേട്ടോ. ഒരുപാട് പീഡനം അനുഭവിച്ചിട്ടുണ്ട്. അച്ഛനും നമുക്ക് അറിയുകയും ചെയ്യാം പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചില്ല? ഇങ്ങനെ നിങ്ങൾ ചെയ്യാത്തടത്തോളം കാലം ഇനിയും മരണങ്ങൾ കൂടും. കാരണം നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു മെൻ്റലി സപ്പോർട്ടാണ്. നിങ്ങളുടെ മകളെ കെട്ടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി പൂർണ്ണമായില്ല. പ്രത്യേകിച്ച് നിങ്ങൾ വിദേശത്തേക്ക് കെട്ടിച്ചയക്കുമ്പോൾ അവർക്കൊരു സപ്പോർട്ട്, മെൻ്റലി സപ്പോർട്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവണം. ഇങ്ങനെ പീഡനം അനുഭവിച്ചിട്ടും അവളെ അവിടെ തന്നെ നിന്നോ എന്ന് പറയാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു മണ്ടത്തരാണ് നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾക്ക് ഇല്ലാതാക്കിയത്. നിങ്ങൾ തിരിച്ചു വിളിക്കേണ്ടിയിരുന്നു. നിങ്ങളൊരു സപ്പോർട്ടാണ് ഒക്കെ കൊടുക്കേണ്ടത്. മോളെ എത്രയൊക്കെ ബുദ്ധിമുട്ടായിട്ട് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ മോളെ ഇങ്ങ് പോരി എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾ കാണിക്കണം. അത് കാണിക്കാത്തോളം കാലം ഇനിയും ഒരുപാട് മരണങ്ങൾ സംഭവിക്കാനുണ്ട് കേട്ടോ. അത് ഏത് തരത്തിലായിക്കോട്ടെ. എന്താ വെച്ചാൽ കെട്ടിച്ചയക്കുന്ന ഒരുപാട് പെൺപിള്ളേർ ഇങ്ങനെ പീഡനം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മെൻ്റലി സപ്പോർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കുക. എന്നാൽ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. അല്ലാതെ ഇതൊക്കെ ഇപ്പോൾ ന്യൂസിൽ വന്ന ഭയങ്കര ചർച്ച, അത് ന്യൂസുകാർക്ക് ഇപ്പോൾ കുറച്ച് ദിവസത്തിലുള്ള ഒരു ഇത്